രാമോജി ഫിലിമിൽ നിന്ന് ലൈറ്റ് ക്യാമറ സെലിബ്രേഷൻ. രാമോജി ഫിലിം സിറ്റി എത്തി നമ്മൾ രാവിലെ വരും. നമ്മൾ 1 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ രാമോജി ഫിലിം സിറ്റി എൻട്രൻസിലാണ്. എത്താൻ ലേറ്റായി. സമയം 1:30 മണിയായി. റെസ്റ്റോറൻറ്റും ഏരിയകളാണ്. ഉള്ളിലേക്ക് കയറില്ല. ടിക്കറ്റിൻ്റെ കൗണ്ടറിലേക്ക് എത്തുന്നത്. രാമോജി വന്നിട്ട് നമ്മൾ പാർക്കിൽ തന്നെ ഉള്ളത്. ഇപ്പോൾ ഞാനവിടെ ഒന്ന് പോയി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴല്ല 1:30 പോകാനുള്ള വിശപ്പ്. നമ്മളെന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈ പാർക്കിങ്ങിൽ അയാൾ പറഞ്ഞ അവിടെ ഇടാൻ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് ഇടാൻ കുറേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൂലക്കിൽ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇപ്പം ഫ്രണ്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം ഇവിടെ നിന്ന് ഉള്ളിൽ തന്നെ ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ പ്രിപ്പയറിങ് ഒക്കെ നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ചെയ്ത് ഫ്രണ്ടിൽ ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങിയിട്ടാണ് ഇനി മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര തുടർന്നത്. മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ ഇനി അടുത്ത സ്റ്റേറ്റ് മഹാരാഷ്ട്രൻ്റെ നാഗ്പൂരിലേക്കാണ് മാപ്പ് വെച്ചിട്ട് പോകാൻ പോകുന്നത്. അതായത് സീസൺ 2ലാണ് നമ്മൾ മാക്സിമം ഓരോ ജില്ലയിലും, ഇതിപ്പം പ്രതീക്ഷിക്കാതാണ് സീസൺ 1 ഉണ്ടായത്. സീസൺ 2ൽ നമുക്ക് ഓരോ ജില്ലയിലും ഓരോ സ്റ്റേറ്റിലും ഒരു 4-5 ദിവസം ഉണ്ടാവും. ഇപ്പം ഹൈദരാബാദാണ് നമ്മൾ രണ്ട് ദിവസമായത്. മൈസൂരും ബാംഗ്ലൂർ നമ്മൾ തീരെ നിന്നിട്ടില്ല. നൈറ്റിൽ ഉറങ്ങാൻ മാത്രം ബാംഗ്ലൂർ നിന്നത്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ആന്ധ്രാപ്രദേശ് അതേമാതിരി നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തെലങ്കാനയിലാണ് പോകുന്നത്. തെലങ്കാനയിൽ ഇപ്പം തെലങ്കാനയിലാണ് ഹൈദരാബാദ് ഇപ്പം ചാർമിനാർ കണ്ട്, ഫോർട്ട് കണ്ട്, ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലാണ് നമ്മളുള്ളത്. പിന്നെ അല്ലാതെ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറേ വീഡിയോ എടുക്കാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ഐഫോൺ 13 Pro Maxിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ റോഡ് ട്രിപ്പ് ഞാൻ മാർച്ചിലാണ് ഫിക്സ് ചെയ്തത്. അതിൻ്റെ കാരണം എൻ്റെ ചെറിയ മോന് 10ാം ക്ലാസ്സാണ്. അപ്പോൾ അവൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ മതി എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ എടുത്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സീസൺ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ റൂട്ട് ഞാൻ എടുക്കാൻ കാരണം ഇപ്പം ഒരു 20-25 ദിവസത്തെ ഒരു ട്രിപ്പ് എടുക്കാൻ കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വണ്ടി പെട്ടെന്ന് റിലീസായി കിട്ടി. ഞാൻ മാർച്ചിലാണ് സാധാരണ ഞാൻ ബുക്ക് ചെയ്ത വണ്ടി കിട്ടിയത്. എനിക്ക് ഈ മാസം തന്നെ കിട്ടി. അപ്പോൾ ഞാനത് ലീവിൽ വന്നപ്പോൾ എനിക്കെന്തായില്ല മറ്റേ കൂടുതൽ പിന്നെ നടന്നില്ല. അപ്പോൾ ഒരു മാർച്ചിൽ പോകാൻ പറ്റാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ. അതായത് മാർച്ചിൽ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കർണാടക, ഗോവ, അങ്ങനെ പൂനെ വഴിക്ക് കയറിയിട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മുംബൈയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴും പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേരള, മൈസൂർ, അത് കർണാടക, ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, ഇപ്പോൾ തെലങ്കാനയിൽ വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് പോകുന്നത് മഹാരാഷ്ട്രയും പൂനെ, ബോംബെ വേറെ ഏരിയയിലാണ്. ഇതിപ്പോൾ നാഗ്പൂരിലേക്കാണ് വരാം. അപ്പോൾ അവിടെ നിന്ന് ഈ നാഗ്പൂർ ഭാഗത്തേക്ക് വരാൻ പ്രയാസമാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നാഗ്പൂർ ടച്ച് ചെയ്ത് പിന്നെ മധ്യപ്രദേശിലേക്ക് MP-യിലേക്ക് കയറിയിട്ട് അവിടെ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം. കാരണം ചില സംസ്ഥാനങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ വേറെ സംസ്ഥാനത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്ന് തുടങ്ങിയ ശേഷം അടുത്ത കാർ ലൈഫിലെ ഓൾ ഇന്ത്യ കാർ ലൈഫിലെ സീസൺ 1 അടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക്, 4ാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് യാത്ര തുടങ്ങുക. മഹാരാഷ്ട്ര ബോർഡറിന് കുറച്ച് അങ്ങോട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ മാപ്പാണ് ഇട്ടത്. ഒരു 400 കിലോമീറ്റർ 325 കിലോമീറ്റർ കാണിക്കുന്നത്. 6 മണിക്കൂർ ഡ്രൈവിംഗ് പറയുന്നത്. പക്ഷേ ഞങ്ങളൊരു ഇന്നൊരു 200-250 കിലോമീറ്റർ ഓട്ടിട്ട് നമ്മളെന്താക്കും റെസ്റ്റ് എടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സമയം 2:45 പുറപ്പെട്ട് ഒരു 200-250 കിലോമീറ്റർ
ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി കൊടുക്കാം. നല്ല ടയർഡാണ്. ഞങ്ങൾ നേരെ മഹാരാഷ്ട്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാപ്പ് ഇട്ടെല്ലാം യാത്ര ചെയ്ത് ഇന്ന് പറഞ്ഞ ശരിയൊരു 100 കിലോമീറ്ററിന് മേലെ വൈതെറ്റി ഓടി. മാപ്പല്ല ചർച്ച ശരിക്കും നമ്മളെ വൈഫൈ ചർച്ച ചെയ്യും. വൈഫൈ സ്റ്റക്ക് ചെയ്ത് അറിഞ്ഞില്ല. പിന്നെ എൻ എച്ചിലേക്ക് പിടിച്ചപ്പം ഹൈദരാബാദിൽ നിന്നും ഞങ്ങൾ ആ എത്തിയ ഇതിലേക്ക് വെറും 80 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതിന് 3 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ എത്തിയ സ്ഥലം 3 മണിക്കൂറായി എടുത്തത്. അങ്ങനെ യാത്ര അവിടെ അവസാനിപ്പിച്ചില്ല. അവിടെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള മൂഡും ഫുഡ് ഉണ്ടാക്കാനുള്ള മൂഡും എല്ലാ മൂഡും പോയി. അപ്പോൾ എന്താക്കാം, കുറച്ചും ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ കുറച്ച് മുന്നോട്ട് ഉള്ളോട്ട് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഭക്ഷണം പറ്റുമെന്ന് പേടിച്ചുകൊണ്ടാണ് കയറിയത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഭക്ഷണം ഒരു ചിക്കൻ കടായി വാങ്ങി, ഒരു തന്തൂർ വാങ്ങി. പ്രൈസും അത്ര തന്നെ, 240 ഉള്ളൂ. പിന്നെ അതിന് കൂടെ കഴിക്കാൻ തന്തൂർ റൊട്ടി ബട്ടറാണ്. ചിക്കൻ കടായി, തന്തൂർ റൊട്ടി പിന്നെ ബട്ടർ നാണ്, ഗ്രീൻ ചട്നി. ഇത് തന്തൂർ ഒക്കെ കറക്റ്റ് വേവുള്ളൂ. അടിപൊളി. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടുതൽ ഇനിയിപ്പോൾ കുറേ ദിവസം 4 ദിവസമായിട്ട് ഇപ്പോൾ വണ്ടി തന്നെ പരിപ്പും ചോറും തിന്നുകൊണ്ട് ആണോന്നും അറിയില്ല. പക്ഷെ ഇത് അടിപൊളി. ഇന്നിപ്പോൾ യാത്ര ചെയ്യില്ല. എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി കിടക്കാനുള്ള പരിപാടിയാണ്. ഇനി യാത്ര നാളെ തുടങ്ങാം. ആദ്യമിരിക്കാം. ഇന്നിപ്പോൾ പോകാൻ വയ്യ, ടയർഡായി പോയി. ഒന്നാമത്തെ വെച്ചാൽ ആ ഹോട്ടലിന് മുകളിൽ കയറിയിട്ടേ അത് എത്രയോ നല്ല മുകളിലേക്ക് കയറി കാലും കൈക്കല്ല കാണണ്ട്. ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര തന്നെയാണ്. മഹാരാഷ്ട്ര റൂട്ടിൽ തന്നെ ഉള്ളത്. NH-44 നിന്നും ഇപ്പോൾ രാമറെഡ്ഡി മുനിസിപ്പാലിറ്റി ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറിയിരുന്നു. ഇടയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ടൗണാണ്, ഒരു നാട്ടിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത്. ഇപ്പോൾ ഒന്ന് വണ്ടി നിങ്ങൾ വരാൻ കാരണം വെച്ചാൽ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. ഫുള്ള് കച്ചറായിരിക്കണം എന്നിട്ട്. അത് ഈ ഭാഗത്തൊക്കെ ഒന്ന് വിവാദത്താണെങ്കിൽ ഇപ്പോൾ കുറച്ച് മറ്റേ 44 പോകാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാഗ്പൂരിലേക്കാണ് മഹാരാഷ്ട്ര നാഗ്പൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാഗ്പൂർ വരെ എന്തുണ്ടാവില്ല, ഇങ്ങനത്തെ വണ്ടി സൈഡിൽ വെക്കാനും കാര്യങ്ങൾ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കയറി ഇവിടെ ചെയ്തിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഒരു 9-10 തുറക്കും. തുറന്ന് വണ്ടിയൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് വണ്ടി ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് യാത്ര തുടരാതിരിക്കും. ഇന്നലെ അതേമാതിരി ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്നലെ ഒരു 100 കിലോമീറ്റർ മേലെ എന്തായിപ്പോയി 100 കിലോമീറ്റർ മേലെ എന്തായിപ്പോയി നമുക്ക് വഴി തെറ്റിട്ട് പോകേണ്ടത്. കാരണം എന്തെങ്കിലും വൈഫൈ വർക്ക് ചെയ്തില്ല. പിന്നെ മാപ്പ് സ്റ്റക്കായി മനസ്സിലായില്ല. പിന്നെ മനസ്സിലാകുമ്പോഴത്തിന് പിന്നെ വേറെ ഏതൊരു ഒന്നും പറയാൻ പറ്റുന്ന സ്ഥലത്തേക്ക് കയറി. പിന്നെ അവിടുന്ന് തിരിച്ച് NH കിട്ടാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെട്ടു. രാവിലെ തന്നെ ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, തിരക്ക് വരുന്നുള്ളൂ. സമയം 7 മണിയായിട്ടുള്ളൂ. ഇതാണ് രാമറെഡ്ഡി ബസ് സ്റ്റാൻഡ്. രാമറെഡ്ഡി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഒന്ന് പോയേക്കാം. രാവിലെ നേരത്തെ ആയതുകൊണ്ട് ബസ് ആളൊക്കെ ബസ് സ്റ്റാൻഡിൽ കുറവാണ്. ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് ഒരു ക്ലോക്ക് റൂമാണ്. അപ്പം ലോങ്ങിലൊക്കെ ക്ലോക്ക് റൂം ഉദ്ദേശിച്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ബസ്സിൽ കയറി പോകാൻ പറ്റും. ബസ്സൊക്കെ വണ്ടിയൊക്കെ ഇവിടെ ബൈക്കൊക്കെ ഇവിടെ കുറേ ആൾക്കാർ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കുറേ ഇവിടെ നിർത്തിച്ചിട്ട് ഇവിടുന്ന് ബസ്സിന് പോകണമായിരിക്കും. അകത്തേക്ക് വന്നപ്പോൾ കുറേ സ്കൂളിൽ പോണതും കോളേജിൽ പോണ ടൈം ആയതുകൊണ്ട് കണ്ടമാനം കുട്ടികൾ കാണാനായിട്ടുണ്ട്. ആൾക്കാർ പൊതുവെ കുറവാണ്. നല്ല വൃത്തിയുണ്ടല്ലോ ബസ് സ്റ്റാൻഡ് കാണാൻ. നല്ലൊരു കുറച്ച് വൃത്തി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടതിൽ കുറച്ച് വൃത്തി തോന്നുന്നുണ്ട്. അധികം സൗണ്ടുകളും കുറവാണ്.
കുറച്ചുള്ളോട്ടേക്ക് വന്നപ്പോൾ കാണുന്നത് ഇതെങ്ങനെ തന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, കുട്ടികളെ തന്നെ കാണുന്നത് കൂടെ. അത്യാവശ്യം തിരക്കുണ്ടല്ലേ, ഞാൻ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല അകത്തേക്ക് വന്നപ്പോൾ. ഇത് ഇന്ത്യ ATM, ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ ഈ ATM അല്ലേ. കാരണം ചില ഇപ്പോൾ 100 രൂപ വരെ ഇതിൽ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടോ? ഇത് തൊട്ടടുത്തത് ഒരു ഫ്രൂട്ട്സിൻ്റെ കടയാണ്. പിന്നെ ഇതിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ ഇതൊരു ഫാൻസിയാണ്. ഫാൻസി മാത്രമല്ല, ഇതിൽ ബേക്കറി ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് ഈ പീടിയിലാണ് കുറച്ച് തിരക്ക് കൂടുതൽ കാണുന്നത്. ഇവിടെ A to Z സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ഫാൻസി, പിന്നെ ബേക്കറി, വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ റൂമിൽ അതിൽ കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ റൂം, ബസ് സ്റ്റാൻഡിന് നേരെ മുന്നിൽ തന്നെ റൂം. ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത് കൂടെ അങ്ങോട്ട് കടക്കുക പുറത്തേക്ക്. അടുത്ത ഭാഗത്തൊക്കെ ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ഇപ്പോൾ ബനാനയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നത്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഇതെന്താ സാധനം? ഇത് ബനാന മോറിസ്, റോബസ്റ്റിൻ്റെ വേറെ മോഡൽ. പക്ഷേ ഇവിടെ ബനാനൊക്കെ നോക്കിയാണോ തണ്ടില്ലാതെ വരുന്നത്, തണ്ടില്ലാതെ പെടൽ മാത്രമായിട്ട് വരുന്നത്. അതുകൊണ്ട് തൂക്കത്തിന് എങ്ങനെ അത് എണ്ണത്തിൻ്റെ പീസിനാണെന്ന് തോന്നുന്നു ഇവിടെ പൈസ വരുന്നത്. പുറത്തുതന്നെ ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോകളൊക്കെ ഉണ്ട്. ഓട്ടോയൊക്കെ വിളിക്കാൻ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ചാർജ് അവർ പറയാം. ഇതെന്താ ഇത് ചക്ക, ഇത് തന്നെ നമ്മളെ സീതാഫലം. ഇവിടെ കംപ്ലീറ്റ് ഈ ഭാഗത്ത് കംപ്ലീറ്റ് കാണുന്നത് സീതാഫലമാണ്. ഇത് കൊട്ടയ്ക്ക് 100-150 റുപ്യയൊക്കെ ഉള്ളൂ. വളരെ നാട്ടിൽ കിലോന് വെറുതെ പോകണ്ടല്ലേ, കിലോന് എത്ര 250-200 ഒക്കെ അല്ലേ. ഇത് ഒരു കൊട്ടൊക്കെ എത്ര. ഇവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്, വലത്ത് ഭാഗത്തൊരു അമ്പലം. ഇങ്ങനത്തെ അമ്പലം കുറേ ഉണ്ടാവും, ചെറിയ ചെറിയ അമ്പലങ്ങൾ കുറേ ഭാഗത്തുണ്ട്. ഇതെന്താ ഇത് തൊട്ടടുത്ത്? ഇതൊരു മുസ്ലിം, ഇതെന്താ ഒരു മരത്തിൻ്റെ വീട്ടിലൊരു വിളക്കൊക്കെ കത്തിക്കുന്ന മാതിരി. ഇവിടെ മക്ബറൊന്നും കാണുന്നില്ലല്ലോ. ഒരു മുസ്ലിമിൻ്റെ ഒരു ഇതാണ് ഇട്ടിങ്ങനെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലം. രണ്ടും അടുപ്പിച്ചാണ്. അടുപ്പിച്ചവർ സൗഹാർദ്ദമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മരത്തിൻ്റെ തൊട്ടിലിങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് കുറച്ച് മുഹമ്മദ് അള്ളാന്നൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് അമ്പലം ഉണ്ടായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് പൂവിൻ്റെ വീടുകളുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു രാമറെഡ്ഡി ഒരു ടൗണിൻ്റെ. ഇത് കക്കിരി. ഇതാണ് നമ്മളൊരു രാമറെഡ്ഡി ഒരു മാർക്കറ്റിൻ്റെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തിൻ്റെ സ്ഥിതി. കുറച്ച് വൃത്തി തോന്നുന്നുണ്ട് കേട്ടോ, കൂടുതൽ ഒരു മോശമായി തോന്നുന്നില്ല. ഒരു ചെറിയൊരു ടൗണാണിത്, പക്ഷേ ആ ടൗണിലൊരു വൃത്തി തോന്നുന്നുണ്ട്. ഇപ്പോൾ കണ്ടതിൽ കുറച്ച് വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ഇവിടെ മരുന്ന് ഷോപ്പ്, എനിക്കൊരു മരുന്ന് വാങ്ങിക്കാണ്ട്. ഞാൻ അങ്ങനെ പോയിട്ട് മരുന്ന് വാങ്ങിക്കാറുണ്ട്. ആഗ്രഹത്തിലുള്ള യാത്ര പിന്തുടർന്ന് അപ്പോൾ കാറൊന്ന് വാഷ് ചെയ്ത് വന്ന് കാർ ഫുള്ള് കച്ചടന്നു, ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൽ വന്നു അവിടെ കാറൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് തന്നെ നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു വെയിറ്റിംഗ് ആണ്. സമയം 9:30 മണിയായി. അങ്ങനെ കാർ വാഷ് ചെയ്ത് തുടങ്ങി. 300 രൂപ പറഞ്ഞത്. 300 രൂപയ്ക്ക് ബോഡി വാഷ്. എനിക്ക് തോന്നുന്നൊരു ഉൾവാഷ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. ഞാൻ ബോഡി വാഷ് മാത്രമേ പറഞ്ഞത്, പക്ഷേ ഒരു ഉള്ളൊക്കെ കഴിയുന്നുണ്ട്. അപ്പം 300 രൂപ പറയും. സാധാരണ നാട്ടിലൊക്കെ ഫുൾ വാഷ് ചെയ്യാൻ 350 രൂപ 300 രൂപ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 300 രൂപ പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ബോഡി വാഷ് മാത്രം 300 രൂപ. അത് നമ്മൾ പുറമെ വരുന്ന ആളായതുകൊണ്ട് അതല്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞാൽ മനസ്സിലായ സംശയമുണ്ട്. ഒരു തകുന്നുണ്ട്, ഫുള്ളെടുക്കാൻ തകുന്നുണ്ട്. ഇപ്പോൾ മാറ്റൊക്കെ എടുത്ത് പുറത്തിട്ട് ഫുള്ള് കൊടുക്കുന്ന ഫുള്ള് ഇവിടെ വാക്കിംഗ് ക്ലീനർ വരത്തില്ല. ബ്രഷിൻ്റെ ഫുള്ള് ബ്രഷ് ചെയ്തിട്ട് മണ്ണൊക്കെ എടുത്ത് പുറത്തിട്ട് ഞാൻ ഉള്ളിൽ ചെയ്യേണ്ട ഉദ്ദേശം കാണിച്ചാൽ ഉള്ളിൽ സാധനങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും ബാഗും ബെഡൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ളിൽ ചെയ്യേണ്ട ഉദ്ദേശം. പക്ഷേ ഒരു തകുന്ന മാക്സിമം അത് ആഗ്രഹങ്ങളൊക്കെ നീ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും കൊണ്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. തന്നെ അതുപോലെ ചായ കുടിച്ചു വന്നപ്പോൾ ദേശത്ത് കൊട്ടിൽ കയറിയിട്ടുണ്ട്. ദേശത്ത് നല്ല കൊട്ടിൽ കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30 കഴിച്ചല്ല, ഇവർക്ക് കഴിച്ചില്ല. രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കാലി ചായ കുടിച്ചാണ്. നല്ല വെച്ചതാണ്. ഇത് മെയിൻ റോഡിൽ തന്നെയുള്ള കാർ വാഷിംഗ് ഷോപ്പാണ്. മെയിൻ റോഡ് ഉദ്ദേശിച്ചത് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത് രാമറെഡ്ഡി മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള ഇവിടുത്തെ മുനിസിപ്പാലിറ്റീൻ്റെ ടീമർ റോഡ് ക്ലീൻ ആക്കണ രംഗങ്ങളപ്പോൾ ഇത് കണ്ടുകൊടുക്കണേ. ഷൂലൊക്കെ വെച്ചിട്ട്
പിന്നെ ഇവിടെയൊക്കെ ടയറിൻ്റെ ഒരു ഷോപ്പ്, ഇപ്പോൾ ടയറിൻ്റെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു തവക്കൽ ടയർ വർക്ക്ഷോപ്പ്, ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയലിൻ്റെ ഷോപ്പുണ്ട്, എല്ലാം ഉണ്ട്. മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഷോപ്പ് എല്ലാ ഏരിയയുള്ള ഇതന്നെയാണ്. അപ്പുറത്തൊക്കെ കുറച്ച് റെസിഡൻസിയാണ്, വീടുകൾ കാണുന്നത്. അത്യാവശ്യം ഒരു 2, 3, 4 നിലയുള്ള വീടുകളാണ് കംപ്ലീറ്റ്. ഫ്ലാറ്റുമായി 3, 4 നിലയുള്ള വീടുകൾ. വണ്ടി ഇതാ കുട്ടപ്പൻ്റെ ഇറങ്ങിന്. അങ്ങനെ കാർ വാഷിങ് കഴിഞ്ഞ്, കാർ വാഷ് ബോഡി മാത്രം വാഷ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്. വാഷിൻ്റെ ലേബേഴ്സിന് മനസ്സിലായില്ല. അവർ ഉള്ളടക്കം വാഷ് ചെയ്തത് നന്നായി, കുഴപ്പമില്ല. ഞാൻ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ കരുതിയില്ല. നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട്. പക്ഷെ അവർ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മളിപ്പം നാഗ്പൂരിലേക്ക് യാത്ര ചെയ്ത് NH44 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കുറേ നേരം അവിടുന്ന് കഴിക്കാറുണ്ട്, ഒന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വാഷിങ്ങിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ കാറിലുള്ള ഒരുപാട് ബോറടിക്കുന്നുള്ള തോന്നുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, കാറിലുള്ളത് കാരണം നമ്മൾ കാർ ലൈഫാണ്. കാറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കാറിലാണ് ഉറങ്ങുന്നത്, ഭക്ഷണം കഴിക്കാൻ മാത്രം പുറത്തിറങ്ങുന്നത്. പിന്നെ പോണ വഴിക്കിൽ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ കിട്ടുന്നത്. ഇത് സീസൺ 1 ആണ്. സീസൺ 2ലാണ് നമ്മൾ എന്താവുന്നത് നേരെ. അപ്പോൾ അപ്പുറത്ത് പോയിന് എടുക്കാൻ പറ്റി എടുത്തോളൂ. സീസൺ 2 നമ്മൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ അതിന് ഓരോ സംസ്ഥാനത്ത് ഇത്ര ദിവസം എന്നുള്ള നമ്മൾ ടാർഗറ്റ് ചെയ്താണ് പോകുന്നത്. ഇപ്പം അങ്ങനെ ഇല്ലാതെ പോകുന്നത്. പക്ഷെ മാക്സിമം നമ്മൾ സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ് പോകുന്നത്. നേരപ്പെട്ട കാമറഡ്ഡി മുനിസിപ്പാലിറ്റി റോഡിലൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ ഏതായാലും NH44 കയറാനായി. പോണ റോഡ് ഏതായാലും ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും നല്ല റോഡ്, നല്ല വികസനമുള്ളൊരു സ്ഥലമായിട്ടാണ് ഇവിടെ തോന്നുന്നത്. റോഡാവട്ടെ അല്ലെങ്കിൽ അടുത്ത ബിൽഡിങ്ങുകളും, പിന്നെ അത്യാവശ്യം ഒരു തിരക്കുള്ള ടൗണും എല്ലാം നല്ലൊരു ഇതാണ് കാണുന്നത്. ഇവിടെ കോഴിക്കോട് നിന്ന് ഇവിടെ കാമറഡ്ഡി മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ട്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു ആർട്സ് കോളേജ് ഉണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെ, മെയിൻ റോഡിൽ തന്നെ ഉള്ളത്. അത് NH കയറാനിപ്പം 1 കിലോമീറ്റർ. നമുക്ക് ഇപ്പം 380 കിലോമീറ്റർ ഇനിയും ആണ് മറ്റേ നാഗ്പൂരിലേക്കുള്ളത്. 382 കിലോമീറ്റർ, 5 മണിക്കൂറാണ് പറയും. ഇന്നെങ്ങനെങ്കിലും മാക്സിമം എത്ര ഓടാൻ പറ്റുന്നത് അത് ഓടിയിട്ട് എത്ര ജയിക്കുന്നത്. ഇപ്പം NH44 കയറി കേട്ടോ. നമ്മൾ 44 കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാഗ്പൂരിലേക്ക് 350 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 6 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ 6 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുമെന്നുള്ള അറിയുന്നില്ല. അല്ലെങ്കിൽ 380 കിലോമീറ്റർ ഇനിയിപ്പം തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്യുമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മുന്നാണ് വണ്ടി ഓട്ടുന്നത്, ഞാനല്ല. അതുകൊണ്ട് ടൈം ലേറ്റായി ഞാൻ കുറ്റക്കാരനല്ല. പിന്നെ നാസ്താക്കാൻ ഇപ്പം 8 മണിക്ക് വരാൻ തുടങ്ങിയവരോട് ഇതെനിക്ക് വണ്ടി ഓടി നിർത്തിയിട്ടില്ല, അവനെന്താക്കില്ല ഒരു നാസ്താക്കാൻ കളി. എനിക്ക് എൻ്റെ വിശപ്പ് പോലും അവൻ നോക്കാതെ പോയിക്കൊണ്ടിരിക്കണപ്പോൾ NH44 ലാസ്റ്റ് പറഞ്ഞ് മുന്നേ എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. അത് മിനിഞ്ഞാന്ന് കഴിച്ചപ്പോൾ തന്നെ കൗണ്ടറിനാണ് ശ്രീ അഞ്ജലിയ ഫുഡ് കോർട്ട് നല്ലത്. പക്ഷേ ഇങ്ങനത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല നാടൻ ഫുഡായിട്ട് കഴിക്കും. ഇവിടെ വൃത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഒക്കെ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. 44 തന്നെ ഉള്ളത്. നല്ല വിശാലൊരു കാണാൻ പറ്റും. അപ്പോൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് പിന്നെ യാത്ര. ഞാൻ നാഷണൽ ഹൈവേ NH ഇപ്പോൾ പോകുന്നത് 2 സൈഡിലും വെൽക്കം ടു നിസാമാബാദ് ഡിസ്ട്രിക്ട്. ഇപ്പം തെലങ്കാനൻ്റെ ലാസ്റ്റ്
സിറ്റിയായ നിസാമാബാദിലൂടെ ഇപ്പോൾ പോണേ. ആ ഒരു ഫോറസ്റ്റിലേക്ക് ഇപ്പോൾ കയറി. രണ്ട് ഭാഗത്ത് മറ്റേ ഫോറസ്റ്റ് നടക്കുള്ള NH പോണേ. ഇപ്പം ഈ ഭാഗത്ത് നോക്കിയാലും ഫുള്ള് കാടാണ്, മൃഗങ്ങളൊക്കെ ഉള്ള രസമുണ്ട്. ഇത്ര കാടാണെങ്കിൽ സെൻട്രലൊക്കെ ഇവർ ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഗോതമ്പിൻ്റെ വിളവെടുപ്പ് അവിടെ തന്നെ മറ്റേ മാർക്കറ്റിലേക്ക് കയറ്റാൻ ലോറിയിൽ കയറ്റിയിട്ട് ഗോതമ്പ് മൊത്തം ഇതിങ്ങനെ വരുന്ന വഴിക്ക് കംപ്ലീറ്റ് റോഡ് മേലാണ് കംപ്ലീറ്റ് ഉണക്കാണ്ടിരിക്കണേ. ചിലപ്പോൾ നായൊക്കെ അതിന് മുകളിൽ ഇന്നലെ വീഡിയോ എടുക്കാൻ കാണിച്ച് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ നോക്കുമ്പോൾ നായൊക്കെ ഉണ്ട് അതിന് മുകളിൽ കിടന്നവർക്ക്. ഇന്നലെ രാത്രി വരുന്ന സമയത്ത് ഇതേമാതിരി തന്നെ റോഡിൽ ഇതിപ്പോൾ കുറച്ച് പറമ്പ് മറ്റേ അതിൻ്റെ വയലിലേക്ക് തന്നെയാണ്. വയൽ ആ സൈഡിൽ കാണാൻ ഫുള്ള് ഗോതമ്പിൻ്റെ കൃഷിയാണ്. ഇപ്പുറത്തേക്ക് കാണാം. അതേമാതിരി ലോറി ഇവിടെ തന്നെ കയറ്റുന്നത് ഫുള്ള് ഇതേക്കണേ. ഇന്നലെ രാത്രി വരുന്ന സമയത്ത് ഫുള്ള് റോഡ് മേൽ കംപ്ലീറ്റ് റോഡ് മേൽ എന്താ മറ്റേ ഇത് കഴിക്കുന്നത്. റോഡ് മേൽ കംപ്ലീറ്റ് ഇത് ഉണക്കിയിട്ട് ചാക്കിൽ വെക്കണ ഇത് തന്നെ പറയുന്നത്. വണ്ടി എടുക്കാം അതിപ്പോൾ മറ്റേ ഫുള്ള് തന്നെ. പക്ഷേ കാലിൻ്റെ കാഴ്ച എന്ന് പറയില്ലേ, ഫുള്ള് നായ്ക്കളൊക്കെ എന്തെങ്കിലും പണ്ട് നമ്മൾ പറയില്ലേ പപ്പടം ഉണക്കാട്ടിട്ട് പപ്പടം നായ്ക്കൾ മൂത്രയ്ക്കുന്ന കയറിയിട്ട് അപ്പം പപ്പടം കുറേ ടൈമിലൊക്കെ തീറ്റി നിർത്തിനും. ഇപ്പം പിന്നെ പപ്പടമൊന്നും കാണില്ല അത് റോഡ് മേൽ. അതേമാതിരി ഫുള്ള് നായ്ക്കൾ അതിന് മുകളിൽ കിടന്നിട്ട് എന്തൊക്കെ കളിക്കുന്ന ഒരു ഐഡിയയിലൊക്കെ ഉറങ്ങണി കുട്ടികളടക്കും ഗോതമ്പ് അങ്ങനെ ആയിരിക്കും. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമില്ല. നമ്മൾ എങ്ങനെയാണെങ്കിലും സാധനം നല്ല കഴുകിയിട്ട് മാത്രം കഴിക്കുക. ഗോതമ്പാട് എന്താണ് ചോളം ഗോതമ്പൊക്കെ ഇവിടെ ഈ ഇങ്ങനത്തെ വേറെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവസ്ഥ തന്നെയാണ്. മാക്സിമം ചില സമയത്ത് നമ്മൾ അരി സാധനങ്ങളൊക്കെ മസാലപ്പൊടി പോരുമ്പോൾ നിൽക്കുമ്പോൾ ഈ ഗോതമ്പോ അരിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ കൈയും പീടെ പോകുന്ന സാധനമാനൊക്കെ പീടെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സ്മെല്ല് വരാണ്ടല്ലേ മസാലപ്പൊടിയൊന്നും റേഷൻ കട നടന്ന് അറിയാം. അപ്പം ചാക്കിയുള്ള സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല റോഡ് മേലെ കണ്ടില്ല. ഫുള്ള് റോഡ് മേലെ തന്നെ അല്ലേ. മസാലപ്പൊടിയിലോ അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു തോന്നല. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വയലിടും 1-2 പീസ് എങ്ങനെ ഇടും. അത് ആറ് അത് പോണ ആൾക്കാർ അധികം ഇടും. അങ്ങനെ ഓൾ ഇന്ത്യ കാർ ലൈഫിലെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാഗ്പൂരിലേക്ക് പോകണം. ഓൺ ദ വേ ആണ്. നാഗ്പൂരിലേക്ക് ഇനി 300 കിലോമീറ്ററാണുള്ളത്. സമയം ഇപ്പം 11:30. അത് നാഗ്പൂരിലേക്ക് ഇനി 5 മണിക്കൂറുള്ളത്. സ്ലോയിലോ പോകണം, അധികം സ്പീഡോ കാര്യങ്ങളില്ല. കാരണം നമ്മളൊരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നുള്ളൂ. അധികം സ്പീഡിലൊന്നും പോകുന്നില്ല. അത്ര ഇത് 120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡാണ്. പക്ഷേ എങ്കിലും ഇത് കണ്ടോ റോഡ് സൈഡിലൊക്കെ നമ്മൾ ചെറിയ വീടുകൾ ഇതൊക്കെ കൃഷിയായിട്ട് ആൾക്കാരാണ് ആശ്രയിക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ്. നമുക്കിതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ദൂരത്ത് നിന്ന് നോക്കാനേ കഴിയുള്ളൂ. ഈ റോഡിൻ്റെ പ്രത്യേകത ആണ്. ഈ റോഡിന് പ്രത്യേകിച്ച് നമ്മൾ റോഡിൽ നിന്ന് അങ്ങനെ നോക്കാനേ പറ്റുള്ളൂ. അങ്ങനെ താഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ കഴിയൂല. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ 4ാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക്, അവിടുത്തെ നാഗപൂരിലേക്കാണ് പോകുന്നത്. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗോതമ്പിൻ്റെ ചോളവും ഗോതമ്പ് കഴിഞ്ഞ കുറേ കുറേ കൂട്ടിട്ട് നോക്കുന്നത്. ഇവിടെ കമ്പനി കിടക്കുന്നത് ഇതാണ് നെല്ലാണ്. ഫുള്ള് നെല്ലിൻ്റെ ഇത് കൂട്ടിയിട്ടാണ്. ഫുള്ള് നെല്ല് നോക്കാം. ഫുള്ള് നെല്ലാണ് അവിടെ വരെയുണ്ട്. ഫുള്ള് നെല്ലിൻ്റെ. മഹാരാഷ്ട്രയിലേക്കുള്ള നാഗപൂരിലേക്കുള്ള യാത്ര തന്നെയാണ്. അതേ റോഡിൽ തന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പറയാം. നമ്മളിപ്പം മഹാരാഷ്ട്ര ബോർഡറിലേക്ക് എത്താനായി. ഏറെ വന്നാൽ ഇപ്പോൾ ഇനിയിപ്പം ഒരു 50 കിലോമീറ്റർ ഉള്ളൂ. 50 ഒരു 60 കിലോമീറ്റർ ഉള്ളിൽ അതിൻ്റെ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് മുനിസിപ്പൽ കൗൺസിൽ ആദിലാബാദ് പറഞ്ഞ ഒരു ഈ തെലങ്കാനൻ്റെ തന്നെ ലാസ്റ്റ് ജില്ലയാണ്. ഹൈദരാബാദിൽ നിന്ന് കൊണ്ട് വന്ന് ലാസ്റ്റ് ജില്ലയായ ആദിലാബാദിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മൾ അതൊന്ന് കാണാൻ വെച്ചിട്ട് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ട്. അപ്പം എങ്ങനെയാണ് ഒന്ന് പോയി നോക്കാം. ആദിലാബാദിലേക്ക് കടന്ന് ആദിലാബാദ് ടൗണിലിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ടാക്സി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ കറക്റ്റ് അഡ്രസ്സ് കിട്ടിയത് വാട്ടർഫോൾസിലേക്ക്. അത് നമ്മൾ വന്ന വഴിക്കാൻ 53 കിലോമീറ്റർ അങ്ങോട്ട് ബാക്കോട്ട് പോകണം. അപ്പം അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആണെങ്കിൽ 4:30 ക്ലോസ് ടൈമാണ്. ഇപ്പോൾ ഓൾറെഡി 2:45. അപ്പം അങ്ങനെ തിരിച്ച് പോയിട്ട് കാര്യമില്ലെന്ന് തോന്നല്. അപ്പം നമ്മളെന്തൊക്കെ നാഗപ്പൂരിലേക്കുള്ള യാത്ര തുടരാം. നാഗപ്പൂരിലേക്ക് ഇനി 199 കിലോമീറ്റർ ഉള്ളത്. അത് ഇവിടുന്ന് NH 2 പോവാം നേരെ നാഗപ്പൂർ. NH 44 തന്നെ ഉള്ളത്. കുറച്ചും കൂടി മുന്നോട്ട് വന്ന് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു.
ചോറ് കഞ്ഞി, ഇന്ന് ചോറല്ല, ഇന്ന് കഞ്ഞിയാണ്, കഞ്ഞും പയറും ആദ്യം ഉണ്ടാക്കി വെക്കാം. ഇപ്പം അതിനെ കൂടുതൽ ഇപ്പോൾ കുറച്ച് പപ്പടും കയ്പാണ് അത് ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടി. പപ്പടം, കയ്പ, ചോറും പയറും. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ കേരളത്തിൽ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കയറാൻ പോണേ. വീഡിയോ തോന്നില്ല. ഗൾഫിലെ ആദ്യത്തെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റും ഒരു പോലീസ് ചെക്കിങ്ങും മഹാരാഷ്ട്രയിലേക്ക് കടന്നപ്പോൾ ഫസ്റ്റായിട്ട് നാഗ്പൂരിലേക്ക് പോണ വയ്ക്കാൻ പോലീസ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇത്രയും ഇപ്പം എൻ്റെ നാലാമത്തെ സംസ്ഥാനം ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ചെക്കിങ് ആണല്ലേ. ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കടന്ന് വണ്ടി ചെക്ക് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെക്കും പോലീസ് ചെക്കിങ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ വണ്ടി ടെമ്പററി നമ്പർ മാത്രമാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് മറ്റേ സാധാരണ അതായത് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് പോകാൻ പറ്റില്ല, അത് ടെമ്പററി ആയിട്ട് ഇത്ര കിലോമീറ്റർ പോകാൻ പറ്റുള്ളൂ, കേരളം വിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ ബോർഡറൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെക്കിങ് വരാമെന്നെങ്കിലും മനസ്സിലാവുമല്ലോ, ഇനി പോകാൻ പറ്റില്ല, ഇനി ബൈക്കൊന്നും കൊടുക്കേണ്ട. പക്ഷേ ഇത് പ്രോപ്പറായ ഒരു ചെക്കിങ് അപ്പോൾ അവിടെ നടന്നത്. ഇവിടെ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത്, പേപ്പർ ചെക്ക് ചെയ്ത്, എല്ലാം ചെക്ക് ചെയ്ത്, അപ്പം ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഓൾ ഇന്ത്യ കാർ ലൈഫിലെ യാത്രയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒന്ന് കിടന്നു. നാഗ്പൂരിലേക്ക് ഇനി കുറച്ചുള്ളൂ, അതിന് മുന്നുള്ള ഒരു പ്രോജക്റ്റിന് പോകാം. അപ്പോൾ രാത്രി എങ്ങനെ ഇവിടെ സമ്പത്തിനാണോ ഇനി വേറെ എന്തെങ്കിലും സ്ഥലത്താണോ ഇനി സ്റ്റേ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ നാഗ്പൂരിൽ എന്നുള്ള എവിടെയൊക്കെ കാണാൻ പോകാം, എൻ്റെ കഴിഞ്ഞ് നാഗ്പൂരിൽ എത്ര ദിവസം നിൽക്കണം, ഒരു ദിവസം നിന്നാൽ മതിയോ, ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇവർക്ക്. കാരണം ഈ യാത്ര ഒരു കാറിൽ തന്നെ ഉറങ്ങാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, പുറത്തും യാത്ര ചെയ്ത് നിൽക്കാം. ലാസ്റ്റ് ഡൽഹി മണാലി അതാണിപ്പോൾ ആദ്യം തീരുമാനിച്ചിറങ്ങിയത്. അപ്പം ഇന്നിപ്പോൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വണ്ടി വെച്ചിട്ട് കഴിക്കുന്നില്ല, വയർ ഫുള്ളാണ് ഉള്ളത്. അങ്ങനെ സ്ഥലം കിട്ടിയപ്പോൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വണ്ടി തന്നെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 6:30 മണിയായിട്ടുള്ളൂ. ഫുഡ് രാത്രിത്തേക്കുള്ള ഫുഡ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കാൻ കഴിച്ചു. ഇനി മുന്നോട്ട് പോയി നോക്കുക നാഗ്പൂരിൽ എന്താണ് അവിടുത്തെ ടൗണിലെ സ്ഥിതി എന്താണ്, നിങ്ങൾ റൂം എടുക്കണോ അല്ലെങ്കിൽ കാറിൽ തന്നെ കിടന്നാൽ മതിയോ, ഇതൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ മനസ്സിലാവും.